അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. മാറിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവാൽ മച്ചകങ്ങൾ മോടികൂട്ടാൻ മേടസൂര്യൻ കാവലാളായി നീലരാത്രി വീട് കൂടി നടക്കും മാറപ്രാവുകളെ കൂട്ടിനു വന്നി കൊട്ടാരത്തിനു ചന്ദ്രം കൂട്ടാൻ വാ. മാറിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവാൽ മച്ചകങ്ങൾ. പ്രിയ സുഹൃത്തുക്കളെ, ആദ്യമായിട്ടായിരിക്കും ഒരു ഫിറ്റ്നസ് സെന്ററിന് വേണ്ടി നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് കൈയടിച്ചിട്ടുള്ളത്. വീണ്ടും ഒരു നല്ല കൈയടി കൊടുക്കാം. പ്രിയ സുഹൃത്തുക്കളെ, വെൽക്കം ടു ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് പ്രസൻസ് കോമഡി മാസ്റ്റേഴ്സ്, പവർഡ് ബൈ അമൃതവേണി ലൈഫ് കിറ്റ്, കോ പവർഡ് ബൈ രാജകുമാരി ഗ്രോ. ഇന്നത്തെ എപ്പിസോഡ് കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നിയ ഒരു എപ്പിസോഡാണെന്നുള്ളത് മനസ്സിലാവും. കാരണം നിങ്ങളുടെ പ്രിയപ്പെട്ട രാജേഷ് മാസ്റ്ററിനെയാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. വെൽക്കം ടു കോമഡി മാസ്റ്റർ. ഞാനും ശ്രീവേദ്യയും കൂടെ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്നാണെന്നറിയോ, മാഷിന്റെ ഓരോ പാട്ടിന്റെയും വീഡിയോസ് ഇങ്ങനെ സെൻഡ് ചെയ്യും. പക്ഷെ കട്ടിലിൽ കിടന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കും. നിങ്ങൾ താളം പിടിക്കുമ്പോൾ ഞങ്ങൾ താളം പിടിക്കും. അതെ, ഗുഡ്, വെരി ഗുഡ്. നിങ്ങളവിടെ പെർഫോം ചെയ്യുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൊള്ളാം. രാജേഷ് മാസ്റ്റർ, ഞാൻ നിങ്ങളുടെ വീഡിയോ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഫോളോ ചെയ്യുന്നില്ല, 2 വീഡിയോ കമന്റ് അടിച്ചിട്ടുണ്ട്. No, seriously, I really loved your videos. എന്താ അറിയോ, ഒരു ഏജ് പരിമിതി ഇല്ല. എല്ലാ സ്ത്രീകളും എൻജോയ് ചെയ്ത്, നമ്മൾ പറയില്ലേ ഫിറ്റ്നസ് എന്ന് പറഞ്ഞ ഒരു പണിഷ്മെന്റ് അല്ല. നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഒരു ആഘോഷം പോലെയാണ്. നമുക്ക് നമ്മുടെ പാട്ടുകളും കേൾക്കാം, നമ്മൾക്ക് എന്താ പറയുക എക്സസൈസും ചെയ്യാം. പിന്നെ കൊച്ചിനിലുണ്ടോ ക്ലാസ്സസ്? കൊച്ചുങ്ങള് കൊച്ചിനില് ക്ലാസ്സസ്, കൊച്ചിയില് ക്ലാസ് ഉണ്ടോന്ന്? ഇല്ല, കൊച്ചില്ല. ഇല്ല, കൊച്ചികളെ എനിക്കില്ല, ഇവർക്കുണ്ട്. എന്താ കാര്യം? പക്ഷെ ചേച്ചി, ലോകമെമ്പാടും ഇവര് റീലിന്റെ രൂപത്തിലാണ് വരുന്നത്. നമുക്ക് അത് നോക്കിയത് അല്ലല്ല, നമുക്ക് കൊച്ചിനില് ക്ലാസ് റീസൺ ആണ്. കൊച്ചിയില് ക്ലാസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്നേനെ. പിന്നെ ചേട്ടന് ഈ റീല് കണ്ട് കൂടെ കൂടി ആൾക്കാരുണ്ടോ ഇതുപോലെ പഠിക്കാനായിട്ട്? ഇത് ഒരു പുതിയത് കയറി വരും, പിന്നെ ഓൺലൈനിൽ വരാറുണ്ട്. എല്ലാരും ഈ റീൽസ് കണ്ടിട്ട് റീൽസ് കണ്ടിട്ടോ. ഈ കലാരൂപത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? ഡാൻസ് ഫിറ്റ്നസ് എന്ന് പറയാം നമ്മൾ. അത് കല്യാണരാമൻ സിനിമയിൽ ഇന്നസെന്റ് ഏട്ടൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. മ്യൂസിക് വിത്ത് ബോഡി മസിൽ. അതാണ് തുടക്കം അല്ലേ? ഡമ്പൽ വെച്ച് ചെയ്യാറുണ്ട് ഞങ്ങള്. ഡമ്പൽ വെച്ച് ഡാൻസ് ചെയ്യും. ചേട്ടൻ ബേസിക്കലി ഡാൻസർ ആണോ? അല്ലല്ല, ഞാൻ ഫിറ്റ്നസ് ട്രെയിനറാണ്. അപ്പൊ പിന്നെ എങ്ങനെ ഈ പാട്ടിട്ട് ഡാൻസ് ചെയ്തൊക്കെ ഇതിൽ സ്റ്റെപ്പ് അല്ല രാജേഷ് മാസ്റ്റർ, അല്ല ഒരു ഭയങ്കര ഡൗട്ട്. രാജേഷ് മാസ്റ്റർ ഒന്ന് നിക്കൂ, അതാണ് ഒന്ന് നിക്കൂ, കുറച്ച് ബുദ്ധിമുട്ടാണ്. കീ കൊടുത്ത് വിട്ടേക്ക് നടക്കല്ലേ? വൈഫ് കല്യാണം കഴിഞ്ഞാണോ? ഇല്ല, കല്യാണിച്ചില്ല. അപ്പൊ പിന്നെ ധൈര്യമായിട്ട് പാറാളിയാ. ഇനി നിന്നോ, ഞാൻ കല്യാണം കഴിഞ്ഞു. എന്ത് വിറക്കുവാണോ? കൊഴപ്പില്ല, ഒരു മോളെ പോലെ കണ്ടാ മതി. അല്ല, ഒരു ഹീസ് എ ക്രോണിക് ബാച്ചിലർ. ക്രോണിക് ഡിസീസ് മറ്റൊന്നല്ല, ക്രോണിക് ബാച്ചിലർ ആണ്. അല്ല, ഞാൻ മാസ്റ്ററുമായിട്ട് കുറച്ച് നേരം സംസാരിച്ച് ഞാൻ ചോദിച്ചു ഈ ലേഡീസ് മാത്രമുള്ള ജെൽസ് ഇല്ലെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഉണ്ടായിരുന്നു, 6 ആണുങ്ങൾ ഉണ്ടായിരുന്നു. ഫ്ലോറിൽ വന്ന് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞപ്പോ രാവിലെ മുങ്ങിന്ന്. ശരിക്കും പറഞ്ഞാൽ ഇവരോടൊപ്പം ജോയിൻ ചെയ്ത് ആ ഒരു എക്സസൈസ് മൂഡിലേക്ക് പോകണം, അല്ലെങ്കിൽ ആ വർക്ക്ഔട്ട് ചെയ്യണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷേ
എപ്പിസോഡ് തുടക്കം വേണ്ട, നമുക്കിവിടെ പറയാനുള്ളതാണ്. അടുത്ത സ്കിറ്റ് ബാറ്ററി ഓൺ ആക്കാനുണ്ട്, ചിരിക്കാനുണ്ട്. അതുകൊണ്ട് ആദ്യം നമുക്ക് ചിരിച്ച് ആരോഗ്യം നമ്മുടെ ബാറ്ററിക്ക് ഒന്ന് ഓൺ ആക്കാം. ഓക്കെ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ജോയിൻ ചെയ്യാം. ഓക്കെ? ചിരിയും ആരോഗ്യത്തിന് നല്ലൊരു മാർഗം തന്നെയല്ലേ ചിരിക്കാന്നുള്ളത്? ആരോഗ്യം നല്ല ചിരിയാ. അപ്പൊ ഈ ചിരി നമുക്കൊന്നുകൂടെ എന്ന് പറഞ്ഞ് ചിരിച്ചാലോ, പൊട്ടിച്ചിരിച്ചാലോ? ഓക്കെ. ഓക്കെ. മാഷോർത്ത് സീരിയസ് ആണോ? ഈ സീരീസ് ഞങ്ങൾ മാറ്റി ഒരു സ്കിറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും കോമഡി മാസ്റ്റേഴ്സിൽ ഇത് ആദ്യം തന്നെ ഒരു സ്കിറ്റ് വരുന്നു. ചിരിക്കാൻ റെഡി ആയിക്കും. ഇത് ഒരു കഥയാണ്. ഇതുവരെ ആരും പറഞ്ഞു കേൾക്കാത്ത കഥ. പണ്ട് പണ്ട് എന്ന് വെച്ചാൽ ചെണ്ടയുടെ ഇണ്ട ഉണ്ടാകുന്നതിന് മുൻപേയുള്ള പണ്ട്, ജീവന്റെ ഉത്ഭവം ആദ്യം ജലത്തിലായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. അതിനുശേഷമായിരിക്കണം ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം ഉടലെടുക്കുന്നത്. അന്ന് ചാൾസ് ഡാർവിന് പോലും കണ്ടുപിടിക്കാനാവാത്ത ഒരു അവതാരം പിറവിയെടുത്തിരുന്നു. കാലാന്തരങ്ങളിൽ ആ അവതാരത്തിന് മാറ്റങ്ങൾ സംഭവിച്ചു. പല ഗ്രഹങ്ങളിൽ പല രൂപങ്ങളിലായിരുന്നുവെങ്കിലും സ്വഭാവ വൈകല്യം ഒന്നു തന്നെയായിരുന്നു. പിന്നീട് ആ ജീവി ലോകരാജ്യങ്ങളിലെ നേതാക്കളുടെ കൂട്ടാളിയായി പരിണമിച്ചു. ആ കാലത്ത് BC ആണോന്നറിയില്ല, പക്ഷേ AC ഇല്ലായിരുന്നു. മൂഢേശ്വരപുരം, ആഹാ, പറയാൻ തന്നെ നല്ല മൂട്. ആ രാജ്യം വാണിരുന്ന വീരഭദ്ര അമ്പിളിക്കുട്ടൻ മഹാരാജാവ് ഒരു ക്ഷുദ്രജീവി തന്നെയായിരുന്നു. കിഴക്ക് പടിഞ്ഞാറ് വനാന്തരങ്ങളിൽ വേട്ടയാടി തെക്ക് വടക്ക് നടന്നിരുന്ന ആ മഹാരാജാവിന്റെ രാജ്യം ദൈവം സഹായിച്ച് ഇപ്പോൾ ഭൂപടത്തിൽ പോലുമില്ല. ഈ രാജാവിനെ ഈ ഫ്ലോറിലെ ഏതെങ്കിലും രാജാവിനോട് അല്ല ക്യാരക്ടറിനോട് സാമ്യം തോന്നിയാൽ അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. കണ്ടല്ലോ, ഈ മഹാരാജാവിന്റെ മണ്ടത്തരങ്ങളിൽ മനമെടുത്ത പ്രജകൾ രാജ്യത്തിനു വേണ്ടി ഒരു മഹാമന്ത്രിയെ തിരഞ്ഞെടുത്തു. അതീവ ബുദ്ധിമാനായ ബുദ്ധിഭ്രംശം, ക്ഷമിക്കണം, സിദ്ധിപ്രകാശ്. സ്വയം ബുദ്ധിമാൻ എന്ന് കരുതുന്ന, ഇനിയിപ്പം ഞാൻ എന്തോന്ന് പറയാ, എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. പ്രമാണം മഹാരാജൻ. അയ്യോ, സൊസൈറ്റി പണയം വെച്ചേക്കുന്നു. 2 ലക്ഷം രൂപ പ്രമാണം. ഗുഡ് മോർണിംഗ് പറഞ്ഞതാണ്. മര്യാദയ്ക്ക് പറഞ്ഞാൽ പോരാ. നമസ്കാരം മഹാരാജൻ. മഹാരാജൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തോന്ന് പറയാ, എങ്ങനെയൊക്കെ പോന്നേ. അതല്ല മഹാരാജൻ, നാം രാവിലെ പള്ളിക്കൂടത്തിൽ പോകുന്ന വഴിക്ക്, കുഞ്ഞിനെയും കൊണ്ട് പള്ളിക്കൂടത്തിൽ പോകുന്ന വഴിക്ക് നമ്മുടെ അയൽ രാജ്യത്തെ ശത്രു സൈന്യം രാജാവുണ്ടല്ലോ, ദൃഢവർദ്ധൻ, അദ്ദേഹത്തെ ഞാൻ ഒന്ന് കണ്ടു. യുദ്ധം കളിക്കാൻ വരുന്നുണ്ടോ ചോദിക്കുകയും ചെയ്തു. ഞാൻ ഓക്കെ പറഞ്ഞു മഹാരാജൻ. നിന്റെ ആര് പറഞ്ഞു ഓക്കെ പറയാ? അവന്റെ പേരെന്തുവാ? ദൃഢവർദ്ധൻ. അവന്റെ കൂടെ യുദ്ധം ചെയ്യാൻ പറ്റൂല. ഞാൻ ചെന്ന എങ്ങനെ വിളിക്കടാ? പറ്റൂല. എനിക്ക് നിർബന്ധമാണെങ്കിൽ കാര്യം അതിന്റെ രാജ്യത്തോട്ട് രഘുരാജാവുണ്ടല്ലേ, അവനെ യുദ്ധത്തിന് വിളി. ഈസി ആയിട്ട് പറയാം, രഘു യുദ്ധത്തിന് വാടാ. എന്നാലും ഭയമാണെന്ന് പറയുന്നത്. ആർക്ക് ഭയം? എനിക്കൊരു ഭയവും ഇല്ല. ഞാൻ ഇന്നലെ വേട്ടയ്ക്ക് വരെ പോയതാണ്, അറിയാം. വേട്ടയ്ക്ക് പോയിട്ട് 5 സിംഹം, 6 കരടി, 8 പുലി, 10 കാട്ടനെ ഞാൻ വേട്ടയാടി പിടിച്ച്. മഹാരാജൻ എന്ത് പണിയായി കാണിച്ചത്? ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കായിരുന്നില്ല, എന്നെ കൂടെ വിളിക്കണ്ടായിരുന്നോ? നിന്റെ വീട്ടിൽ വരൂല. നിന്റെ വീട്ടിലെ കിങ്ങിണി പൂച്ച എന്നെ അള്ളും. മഹാരാജൻ, മഹാരാജനോട് ഓരോ കാര്യം, നമ്മുടെ പ്രജകൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യണം മഹാരാജൻ, അല്ലെങ്കിൽ പ്രജകൾ നമ്മളോട് ക്ഷമിക്കില്ല. പ്രജകൾക്ക് നമുക്ക് എന്റർടൈൻമെന്റ് വേണം മഹാരാജൻ. എന്താണ് കൊടുക്കാൻ? നമുക്ക് പ്രജകളെ കുട്ടിയും കോലും കളിക്കാൻ പഠിപ്പിക്കാം. കോലെങ്ങനെങ്കിലും ഒപ്പിക്കാം, പക്ഷെ കുട്ടി അടിച്ചു ദൂരെ കളയട്ടോ. മഹാരാജൻ, അത് നമ്മുടെ കൊട്ടാരം വിദൂഷകനാണ്. അടിക്കുന്ന കൗണ്ടറൊന്നും കേറിയില്ലെങ്കിലും വെറുതെ ഇരുന്ന് അടിച്ചോളും. മഹാരാജൻ, ആ റാണി എവിടെ? ആ റാണിയിൽ 5 എണ്ണം ഞാൻ ഭിത്തിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്, 1 എണ്ണം തുരുമിച്ചു പോയി.
ഈ കോസ്റ്റ്യൂമിന്റെ വിലയെങ്കിലും കൊടുക്കണം. ആവശ്യമില്ലാതെ വായിക്കും ചുമ്മാ ഓരോന്നും പറഞ്ഞോണ്ടിരിക്കരുത്. എപ്പോഴും ഇത് തന്നെയല്ലേ മഹാരാജൻ? മഹാറാണി എവിടെ നിന്നാണ് ഞാൻ ചോദിച്ചത്? മഹാറാണി. അതെ, മഹാറാണി കൊട്ടാരക്കുളത്തിൽ കുളിക്കാൻ പോയി. ആഹാ, ചുമ്മാ അല്ലേ പ്രജകളൊന്നും കാണാനില്ലാത്തത്. ആരുമില്ല ഇവിടെ. വേറൊരു കാര്യമുണ്ട് വന്ന നമ്മുടെ ഈ കൊട്ടാരം ഒന്ന് പൊളിച്ചു പണിയണം. ആഹാ, എന്താ മഹാരാജൻ? ഇവിടെ നിന്ന് നോക്കിയാൽ കുളിക്കടവ് വൃത്തിയായിട്ട് കാണാം. അവിടെ പെണ്ണുങ്ങളുടെ കുളി നന ബഹളം. ഞാൻ രാജാവിനോട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഒരുപാട് ബഹളമാണ്. വൈകുന്നേരം ആയാലും രാവിലെ ആയാലും കുളിയും ബഹളവും സംസാരം. നമുക്ക് മാറ്റി പണിയണം മഹാരാജൻ. എങ്ങോട്ട് മാറ്റി പണിയാനാണ് പ്ലാൻ? കുളത്തിന്റെ അടുത്തോട്ടാക്കണം. അതെന്തിന്? പഴയതുപോലെ കണ്ണങ്ങോട്ട് പിടിക്കുന്നില്ല. ഫ്രഷ് മഹാരാജൻ, ഫ്രഷ്. എന്റെ മന്ത്രിയുടെ കയ്യിൽ 5 വിരല്. ഓ, അത് അതിലും ഫ്രഷ്. ഇതെന്തോന്നു? ഇത് പത്രിക. എന്റെ ബാക്കിൽ 2 മുടിയൊന്ന് വെട്ടിത്താ. കത്രിക. കത്രിക എന്നല്ല പറഞ്ഞത്, പത്രിക. ഓ, കുഴിമാടം. കുറിമാനം. ഇത് അയൽ രാജ്യത്തെ സുന്ദരിയായ റാണി ഉണ്ടല്ലോ, ശ്വേത തമ്പുരാട്ടി. എനിക്ക് അയച്ചതാ. അങ്ങേക്ക് വേണ്ടി അയച്ചതാണ്. അയച്ചോക്ക്. എന്തൊരു ഇഷ്ടമാണ് കേട്ടോ. എവിടെ? എന്തൊരു കഷ്ടമാണ് കേട്ടോ. ചോദിക്കാം മഹാരാജൻ. എന്തൊരു ശബ്ദം മന്ത്രി? ഇതെന്താ യന്ത്രം? എൻട്രിയിൽ മാറ്റാൻ മറന്നുപോയി മഹാരാജൻ. എന്തോ ഇത്? ഇത് മൊബൈൽ. മൊബൈലോ? കോൾ എടുക്കാൻ പാടില്ല. അത് നമ്മുടെ ലോജിക്കിന് ചേർന്നതല്ല. അതാണോ? ഒറ്റ പരിപാടി ഉണ്ട്. അന്നത്തെ കാലത്ത് മൊബൈലും ഉണ്ടായിരുന്നു. ചേതമ്പുരാട്ടിയാണെന്ന് തോന്നുന്നു. ഹലോ ഹലോ മഹാരാജാ. ചേതമ്പുരാട്ടിയല്ലേ? എന്നെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? ഓ മൈ ഗോഡ്. എന്നെ കല്യാണം കഴിച്ചൂടെ? നെവർ. ഡോണ്ട് ബി സില്ലി മഹാരാജാ. ഇംഗ്ലണ്ടിലുള്ള ഏതാ സായിപ്പുമായിട്ട് കല്യാണം ഉറപ്പിച്ചെന്ന്. ഡോൾബി ചില്ലി. മഹാരാജൻ, അത് ഡോൺ ബി സില്ലി എന്നായിരിക്കും. എന്നാലും വലിയ കഷ്ടമായി പോയി മഹാരാജൻ. വെറുതെ സെന്റി പിടിക്കല്ലേ. പിടിച്ചാലേ താങ്ങിയത്. മഹാരാജൻ മുഖത്തൊരു ഉറക്കക്ഷീണം കാണുന്നുണ്ട്. ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. അതല്ല, ഇവിടെ ഒരു കോഴിയുണ്ട്. ഈ കോഴി അതിന്റെ ഭാര്യയായിട്ട് വഴക്കൂടിയിട്ട് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങും. എന്നിട്ട് ടൈമിംഗ് ഏറ്റി 12 മണിക്ക് എണിച്ചെന്ന് കൂവും. ആൾക്കാർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. നാളെ എന്നെ കറി വെക്കണം. ക്ഷീണം ഉണ്ടെങ്കിൽ ശരീരത്തിൽ ഒന്ന് തടിച്ചിട്ടുണ്ട് മഹാരാജൻ. ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്. ഞാൻ ജിമ്മിലാ പോകുന്നത്. ഞാനിവിടെ അവർ പോകുന്ന ജിമ്മിലാണോ? ഇവരൊക്കെ അവിടെ ഉണ്ട്. ആ ഫിറ്റ്നസ് സെന്റർ തന്നെ. അവിടെ തന്നെയാണ് ഞാനും പോകുന്നത്. അവിടെയാണ് നമ്മുടെ വിദൂഷകൻ കുട്ടിയെങ്കിലും പോകുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, രാജൻ എത്ര കിലോ വരെ എടുത്ത് മാറ്റും? ഞാനൊരു 25 കിലോ വരെ എടുത്ത് മാറ്റും. ആഹാ, അപ്പൊ കുട്ടിയെങ്കിലോ? ഞാനൊരു 35 കിലോ വരെ എടുത്ത് മാറ്റും. മിടുക്കൻ. രാജാവിനെ കട്ടി മിടുക്കൻ. അല്ലല്ല, അപ്പൊ മറ്റേ ആകിലാണ് മിടുക്കൻ. അതെങ്ങനെ? അവൻ 120 കിലോ വരെ എടുത്ത് മാറ്റും. അതപ്പോ അതെങ്ങനെ? 120 കിലോയുള്ള നോവ എടുത്ത് മാറ്റിയിട്ടല്ലേ അവ അവിടെ നമ്മുടെ പ്രജകൾക്ക് വലിയൊരു പരാതിയുണ്ട്. എന്താണ്? അങ്ങ് എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്ന്. വേറൊന്നുമല്ല മഹാരാജൻ, നമ്മുടെ അയൽ രാജ്യങ്ങൾ നമ്മുടെ ആക്രമിക്കാൻ വരുമോ എനിക്കെന്തൊരു സംശയമുണ്ട്. അതൊരു കാര്യമുണ്ട്. നമ്മളെ കയ്യിൽ ആണവായുധം ഉണ്ടെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്രമിക്കും. ആണല്ലേ? പിന്നെ ഇപ്പൊ അങ്ങനെ ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ശത്രു രാജ്യങ്ങൾ നമ്മൾ ആക്രമിക്കാതിരിക്കാൻ എന്താണ് പോംവഴി പറയൂ. അതിന് പോംവഴി പറയുന്നത് നമുക്ക് നേരിട്ട് തന്നെ പറയാം അവരുടെ. എന്തെങ്കിലും ഉപായം പറയുമോ? ഉപായം ഉണ്ട്. ഈ നമ്മുടെ കയ്യിൽ ആണവായുധം ഉണ്ടല്ലോ, അതാണ് ഈ അയൽ രാജ്യക്കാരെ നമ്മൾ ആക്രമിക്കാൻ കാരണം. അത് നല്ല അങ്ങനെ ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവർ ആക്രമിക്കാൻ വരികയാണെങ്കിൽ ആണവായുധം തരാം എന്ന് പറഞ്ഞു അവരെ അറിയിച്ചാൽ പോരെ, പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നെ മൊബൈലിൽ ഇരിക്കുന്ന മെസ്സേജ് അയച്ചോ? മെസ്സേജ് അയക്കാം. ആണവായുധം തരാം, അതാകുമ്പോ കുഴപ്പമില്ല. ശത്രു സൈനികൾ നമ്മൾ രക്ഷപ്പെടാൻ പറ്റും. അത്രേ ഉള്ളൂ. ഇനി ആരും നമ്മൾ ആക്രമിക്കില്ല, കൊടുത്തേക്കാം. പോട്ടെ മഹാരാജൻ. അടിപൊളി, കൊള്ളാം. മഹാരാജൻ കുറെ പടയാളി വരുന്നുണ്ടല്ലോ. എന്തിന്? മഹാരാജന്റെ മെസ്സേജ് കണ്ടിട്ടാണോ? ആയുധം കൊടുക്കാന്ന് പറഞ്ഞാല് പിന്നെ എന്തോന്ന് അയച്ചത്? ആണവായുധം തരാം. അണ്ണാ വാ, ആയുധം തരാം. സൈന്യം വന്ന് ഇപ്പൊ രാജ്യം മഹാരാജൻ. രാജാവിന്റെ മണ്ടത്തരം കാരണം ഒരു രാജ്യം ഇല്ലാതാക്കില്ലേ മഹാരാജൻ? മന്ത്രി മഹാരാജൻ ഒരേ ഒരു ഐഡിയ ഉള്ളൂ. എന്താ കാതിലിരിക്കുന്നത്? ശരിയാക്കി പറഞ്ഞാലും കുഴപ്പമില്ല. അത് കുറെ കൂടെ പൂ വേണം. നെഞ്ചിലും റീത്താട്ട് വെക്കാം. ഒരു രാജ്യം ഇല്ലാതാക്കില്ലേ മഹാരാജൻ മണ്ടത്തരം കാരണം? ഇപ്പൊ എന്ത് ചെയ്യും മന്ത്രി? ഇതുവരെ കാണിക്കാത്ത ഒരു സംഭവം കാണിക്കാം. ഇത് ഒരു തുടക്കമായിരുന്നില്ല, എന്നാൽ ഒടുക്കവുമല്ല. അവതാരങ്ങൾ ഇനിയും പിറവിയെടുക്കും. പക്ഷേ ഇതുപോലെയുള്ളത് വേണോ എന്നുള്ളത് ചിന്തിക്കണം. ഈ അവതാരം ഇപ്പോഴും ജനങ്ങളെ ശല്യം ചെയ്യാൻ പ്രശസ്തമായ ഒരു സ്ഥലത്ത് വിഹരിച്ചുകൊണ്ടേയിരിക്കുന്നു. ദ റിയൽ OG ഗോഡ് അമ്പിളിക്കുട്ടൻ. എന്റെ പൊന്നമ്പിളിക്കുട്ട, എന്തിനടാ ഇങ്ങനെ ഞങ്ങളെയൊക്കെ ശല്യം ചെയ്യാൻ വേണ്ടി വീണ്ടും വീണ്ടും കയറി വരണത്? എടാ, നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മളിങ്ങനെ ആരെങ്കിലും ഒക്കെ ശല്യം ചെയ്തുകൊണ്ടിരിക്കണം. അതിന് നമ്മൾ ഉയരോടുണ്ടെന്ന് 10 പേര് അറിയട്ടടാ. അപ്പൊ എല്ലാവർക്കും ഇതാ എൻ്റെ ഒരു ഫ്രഷ് സാധനം.
രാജേഷ് മാസ്റ്റർ, നിങ്ങൾ എക്സസൈസ് ചെയ്ത് ആൾക്കാരുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ആൾക്കാരെ ചിരിപ്പിച്ച് അവരെ ആയുസ് കൂട്ടുന്നു. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഭയങ്കര വലിയ ബന്ധമാണ്. ഈ ചിരിക്കാൻ മാസ്റ്റർ ഭയങ്കര ചിരിയാന്ന് ഇവര് പറഞ്ഞ്, ഞാനല്ല പറഞ്ഞേ. ഒന്ന് ചിരിച്ചു കാണിക്കോ? അതും കൂടെ അടുത്ത എക്സസൈസിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാനാ. ലാഫിംഗ് എക്സസൈസ്. എക്സ്ക്യൂസ് മീ, ഞാൻ അവരോടാണ് ചോദിക്കുന്നത്. ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചതാണ്. പക്ഷെ ഒന്ന് മൈക്ക് വെച്ച് എനിക്ക് ആ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടിട്ട്. ഒരു ക്രോണിക് ബാച്ചിലറിന്റെ ശബ്ദം എനിക്ക് പറ്റും. സൗണ്ട് വേറെ സ്ഥലത്തു നിന്നും ആള് വേറെയാണ്. ഡബ് ചെയ്ത് വേറെ. ഒന്നുകൂടി ചിരിക്കും മാസ്റ്റർ. ഇപ്പൊ മാസ്റ്റർ കഷ്ടപ്പെടുന്നുണ്ട്. അത് ഞാൻ ഇവിടെ നിൽക്കുന്നോണ്ടാണ്. പക്ഷേ നമ്മളെ ചിരിപ്പിച്ച് കൊല്ലാൻ വേണ്ടിട്ട് നമ്മുടെ സജിത് ചേട്ടനും മനോജ് ചേട്ടനും ഇവിടെ എത്തുന്നുണ്ട്. അടിപൊളി. ഇത് നിങ്ങൾ ചിരിക്കും. അപ്പം ചേച്ചി ബാറ്ററി ഓൺ അല്ലേ? ബാറ്ററി ഓൺ ആണ്. ലെറ്റ്സ് വെൽക്കം സജീവ് ഏട്ടൻ ആൻഡ് മനോജ് ഏട്ടൻ. സുധാര, അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത്. ഞാൻ നിന്റെ മോളെ കല്യാണം മുടക്കിയത് ഞാനല്ല കേട്ടോ. ഈ ചെല്ലപ്പൻ അങ്ങനെ മനസാക്ഷി ഇല്ലാത്തവനല്ല. ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല. അയലത്തിരുന്നത് അങ്ങനെ ചെയ്യുവാടാ ഈ ചെല്ലപ്പൻ കേട്ടോ. നീ എന്നെ കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുന്നതിന് ദൈവം നിനക്ക് അതിന്റെ ശിക്ഷ തരൂടാ കേട്ടോ. സുധാകര, പണ്ടൊക്കെ അറിഞ്ഞ ദൈവം പയ്യെ. ഇപ്പൊ ദ്രോഹം ചെയ്യുന്നവരുണ്ടല്ലോ, ആ സ്പോട്ടിലാ ദൈവം ശിക്ഷ കൊടുക്കുന്നത് കേട്ടോ. ഒരു ഓളത്തിന് പറഞ്ഞതാ, ഓട്ടി തന്നോ? ആണ്ടടാ, നഖ ഊരി തറയിൽ കിടക്കും. നക്കാത്തോടായിരുന്നു. എലീനെ എന്തോ പിടിക്കാനായിട്ട് 3 എലിവില്ല് ഞാൻ ഉണ്ടാക്കി വെച്ചു. ഈ പറഞ്ഞു വരുമ്പോ കൊച്ചാൻ ഇടയ്ക്ക് കയറി എന്തോ വിളിക്കല്ലേ, ഫ്ലോ നഷ്ടപ്പെട്ടു. പറഞ്ഞു മനസ്സിലായോ? എലീനെ പിടിക്കാനായിട്ട് 3 എലിവില്ല് ഞാൻ ഉണ്ടാക്കി വെച്ച്. ഇത് കൊണ്ടുപോകാനാണ് കാശ് തരുവോ? അതുമില്ല. ഞാൻ നക്ഷത്ര വെണ്ണുവാ. പറഞ്ഞു മനസ്സിലായോ? എലീനെ അതിനെ ഒരു എലിയുടെ പേര് പറഞ്ഞ എന്തോന്ന് കേട്ടോ. എലീനെ മോളൊരു കോടാലി വേണമെന്ന് പറഞ്ഞില്ലായിരുന്നു? മാമ ഉണ്ടാക്കി വെച്ച് ഇന്നലെ ഒന്ന് എടുക്കാന്ന് പറഞ്ഞിട്ട് എടുക്കാത്ത. ഇന്നലെ ഗസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഭർത്താവ് വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ കോടാലി കൊണ്ടുപോണ്ട. 2 കോടാലി ആവശ്യമില്ല. മനസ്സിലായോ? ആരുടെ ഇതൊക്കെ ഇത് ഇങ്ങോട്ട് എടുത്തിട്ടേക്കുന്നത്? മരുമോൻ ചെറുക്കനാ കേട്ടോ. ആ ചെറുക്കന് ചെല്ലപ്പേണ്ണ കിഡ്സ് ഈ സ്ഥാപനത്തിന്റെ ഐശ്വര്യം അങ്ങനെ ചോദിച്ചേക്കണം. അതറിയത്തില്ലയോ? ഈ 2K കിഡ്സ് കൊണ്ട് ഈ സ്ഥാപനം മുമ്പോട്ട് പോകുന്നത്. ഇപ്പൊ ഈ പിന്നെ വീട്ടുകാർക്കൊന്നും പിച്ചാത്തി തീരുമ്പോ വെട്ടത്തൊന്നും വേണ്ട, എല്ലാം മിഷൻ ആയില്ലയോ? ഇതാകുമ്പോ കോളേജ് പിള്ളേർക്ക് ഇത് ആവശ്യമാ. ഇപ്പൊ ഞാൻ ഒരു മാമൻ ഓഫർ വെച്ചേപ്പോണ്ട്. 10 വടിവാൾ ഒരുമിച്ച് വാങ്ങുന്നവർക്ക് ഒരു പേനാക്കത്തി സൗജന്യം. ഇരിക്കാൻ പറഞ്ഞല്ലെന്ന്, കാലം മാറിപ്പോയില്ലയോ? ഇപ്പൊ പിള്ളേരെ അടിക്കാൻ സാറ് വടി എടുത്ത പിള്ളേർ വടിവാൾ എടുക്കും, സാറ് പേന എടുത്ത പിള്ളേർ പേന കത്തി എടുക്കും. പണ്ടൊക്കെ നമ്മൾ സ്കെച്ച് പേന എടുക്കാൻ സാറ് വഴക്ക് പറയായിരുന്നു. ഇപ്പൊ വഴക്ക് പറയുന്ന സാറിന് പയ്യന്മാർ സ്കെച്ച് ചെയ്യും. അതാണ് ഇവിടുത്തെ കേസെന്ന് പറയുന്നത്. പശുവോ ആടോ ആനയോ ഒന്നുമല്ല. കാടിയും വെള്ളം കൊണ്ട് ആരും ചെല്ലരുത്. എന്റെ മരുമോ ശ്യാമങ്ങാടാ. റീ എൻട്രിയാ കേട്ടോ. എന്തുവാടാ മാമാ? ഓ, എന്റെ കയ്യിലിരിക്കുന്ന പിച്ചാത്തി ഭയങ്കര തുരുമ്പ് മാമാ. അത് എങ്ങനെ പോവാൻ എന്ത് ചെയ്യും? നീ ആദ്യം കുറച്ച് ഗ്രീസ് എടുത്തിട്ട് തൊണ്ടയുടെ തുരുമ്പ് മാറ്റും, പിന്നെ പിച്ചാത്തിയുടെ തുരുമ്പ് മാറ്റാം കേട്ടോ. ഈ ഇരുമ്പടിക്കുന്നതെല്ലാം പൊന്നുമോനെ ഇവൻ തിന്ന് തീർക്കുക കേട്ടോ. എത്ര നാളുകൊണ്ട് ഞാൻ ഈ കൗണ്ടർ അടിച്ചാ ജീവിക്കുന്നത്? കൗണ്ടറോ അല്ല, ഇരുമ്പടിച്ചാ ജീവിക്കുന്നത്. ഇത് മൊത്തം അവ അടിച്ച് തീർക്കുക. എന്റെ പൊന്നു ഭാവാനെ, ഈ ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റ്. ദാ വരുന്നു. ഈ ചെല്ലപ്പണിക്കാരൻ കൊല്ലപ്പൻ എന്തു നോക്കുന്നേ? നീ തലതിരിച്ച് പറഞ്ഞ് ഏറ്റവും നോക്കുക. അവിടെ കളഞ്ഞാക്കാന്ന് വിചാരിച്ചു കേട്ടോ. അല്ല, അത് ഈ തിരിച്ചു പറഞ്ഞ കൊല്ലപ്പണിക്കാരൻ ചെല്ലപ്പൻ ഞാനാ. അതെ, എനിക്കൊരു സഹായം ചെയ്യുമോ? ഷൂവും കോട്ടും ഒക്കെ ഇട്ട് വന്നപ്പം ബാഗ് കൈ വിട്ടു. ഞാൻ വിചാരിച്ചു എനിക്ക് എന്തോ കട്ടിക്ക് കൊണ്ടുവരുവാന്ന്. അപ്പൊ ഞാൻ സഹായം ചെയ്യണമെന്ന് കേട്ടോ. എന്തുവാ 100-500 ആണെങ്കിൽ കുഴപ്പമില്ല. അതെ, എന്റെ കയ്യിലൊരു വള കുടുങ്ങി. ഏതവള്? ഏതവളല്ല, ഒരു വള കുടുങ്ങി. അത് ഊരി തരുമോ? വളയൊക്കെ നിസ്സാര കേസ് കെട്ടില്ല ചെല്ലപ്പന്. ആ വളയൊന്ന് കാണട്ടെ. കുപ്പിവള കിലി കില കിലിങ്ങത്തെ വളങ്ങ് വളങ്ങോ വിലങ്ങ് വിലങ്ങ്. ഈ കൊല്ലക്കുഴി വന്ന് സൂചി കച്ചവടം ചെയ്യരുത്. പറഞ്ഞ മനസ്സിലായല്ലേ? മാമ ഒന്ന് ഊരി തരുമോ? മാമ എന്താ നിന്റെ പേര്? വാവച്ചി. ഇവിടെ കിടന്ന് വാവച്ച വാവലിച്ച് ഞാൻ കയറി പറഞ്ഞു. അതല്ല, ഞാൻ പേര് വാവച്ചി എന്ന് പറഞ്ഞതാ. ഞങ്ങൾ മൂക്കൊച്ചാന്നോ? എന്റെ മാമ അതല്ല, വാ ഇല്ലായിരുന്നു കേട്ടോ.
ആരെ കൊന്നിട്ടാടാ വരുന്നേ? എന്റെ മാമ ഞാൻ കൊന്നിട്ടൊന്നും അല്ല വന്നേ. പിന്നെ ഞാനൊരു കലാകാരനാ മാമ. ഇരിക്കുന്നവരൊക്കെ ആക്രി പറക്കാൻ വന്നവരാ. സത്യത്തിലുണ്ടല്ലോ ഈ പോലീസുകാരെ കാരണം കലാകാരന്മാർക്ക് ഇത് ജീവിക്കാൻ പറ്റുന്നില്ല മാമ. സോറി, അറിഞ്ഞില്ല മാമ. തരാതവനേടാ. ചേട്ടാ അയ്യേ സത്യം. ഈ 10 മണി കഴിഞ്ഞാൽ പിന്നെ കലാകാരന്മാർക്ക് വാ തുറക്കാൻ പറ്റത്തില്ല. അവർക്ക് വലിയ വിഷയമാണ്. പക്ഷെ കുടിയന്മാർക്ക് 12 മണിയെ തുറക്കാം. കേട്ടോ? മാമ അറിഞ്ഞില്ലല്ലോ. കരയല്ലേടാ. പോട്ട് മോനെ, നീ പിന്നെ നാടകമോ ഗാനമേളയോ അതെന്തുവാടാ? മോഷണം. മോഷണം ഒരു കലയല്ലേ മാമ? കലാഹാരോ ഓടി വരണ്ടേ മാമ വിളിക്കല്ലേ മാമ? ഓടി വരണ്ടേ? നാട്ടുകാരെ വിളിക്കല്ലേ? നാട്ടുകാരെ ഓടി വായോ. 1000 രൂപ മാമന് തരും. ഓടി വായോ. 2000 തരും. ഓടി വായോ. 3000 തരും. എടാ വാടാ. സ്വർണ്ണമാല തരും. പനീർ. ഇനി പറ, എത്ര എന്റെ സ്വർണം തരും മാമ? വല്ലോന്റെ കഴുത്തേ കിടക്കുന്ന മാല തൂക്കി നോക്കി അടിച്ചോണ്ട് വരാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യ്, പൊട്ടിക്കുമ്പോ കട്ടിക്ക് പൊട്ടിക്കോ, എന്നെ പറ്റിക്കരുത്. ഓക്കെ. ചക്രം. എന്തുവാടാ ഇത്? എനിക്ക് കറക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അവിടെ വെച്ചിട്ട് വന്നേ. അപ്പുറത്ത് 2 എരുമയുണ്ട്. അതാ പോയി ചോറാണോ ഇത്? ചോറാ? എന്റെ മാമ ഈ കഴിക്കുമ്പോ തൊണ്ടയിൽ ഈ കമ്പിയൊക്കെ കൊടുക്കത്തില്ലയോ മാമ? ഓൾഡ് കൗണ്ടറിന് അവര് നെഗറ്റീവ് കൗണ്ടർ പറഞ്ഞാൽ നിന്നെ നെഞ്ചത്ത് വെച്ചോണം. പെട്ടെന്ന് അഴിക്കണം മാമ. നമുക്ക് ആദ്യം ഈ ചെറിയ ആണി അടിച്ചു വളയ്ക്കാം. അയ്യോ, അതെന്റെ ചെറിയ ആണിയല്ല, അത് കുഞ്ഞു വിരല്. എന്താടാ? തള്ള വിരല്. ഇങ്ങനെ പിടിച്ചോണേ. എന്തോ മാമ ഇതെന്തോ കാണിക്കുന്നത്? തള്ളയും കുഞ്ഞും അകർന്നിരുന്ന വളരെ മോശമാണ്. അവർ ഒട്ടി തന്നെ മാമന്റെ തേങ്ങ ഇത് അഴിച്ചു. അമ്മയെ മോനെ പരിചയപ്പെടുത്താൻ വന്ന ഇത് വിലങ്ങ് അടിക്കാൻ വന്നോ? വിലങ്ങ് അടിക്കാൻ കൊണ്ട് ഇങ്ങോട്ട് വയ്യ. കല്യാണം ഒക്കെ കഴിച്ചാന്നാ? കഴിച്ചതാ മാമ. എത്ര മക്കളടാ? എനിക്ക് 5 മക്കളാ. അയ്യാ, ഇപ്പൊ കിടന്ന് കീറിയിട്ട് കാര്യമുണ്ട്, അന്ന് ആലോചിക്കണമായിരുന്നു. കൈ പിടിച്ച് തിരിച്ചു വെച്ചേക്കുന്നത് നിങ്ങൾ. മാമ, ഇപ്പൊ എന്റെ ഭാര്യ 6ാമത്തെ കുഞ്ഞിനെ വയറ്റിലിട്ടോണ്ട് നടക്കുക. ബാക്കിയുള്ള പെണ്ണുങ്ങൾ പൊതിഞ്ഞ് കക്ഷത്ത് വെച്ചോണ്ട് പിന്നെ എന്റെ കാര്യം എന്തൊക്കെ പറഞ്ഞോണ്ടല്ലോ. എന്റെ ഭാര്യ നല്ല മിടിക്കായിട്ട് അവനറിയോ? പിന്നെ നിന്റെ ഭാര്യയുടെ ചരിത്രം അന്വേഷിക്കല്ലേ ഞാൻ? അതല്ല, പിന്നെ അവളെന്ന് പറഞ്ഞാൽ ഇന്ന് പ്രസവിച്ചെന്ന് വിചാരിച്ചോ, നാളെ രാവിലെ കുഞ്ഞിനെയും സഞ്ചി എടുത്തോണ്ട് നേരെ ചന്ത പോവും. നീ കങ്കാരുകളാ കെട്ടിയത്? അല്ല, കുഞ്ഞിനെ സഞ്ചി എടുത്തോണ്ട് ചന്ത പോകുന്നു? അതല്ല മാമ, അവൾ അത്രയ്ക്ക് നല്ല ആക്റ്റീവാണ്, മിടിക്കാന്ന് പറഞ്ഞതാ. പിന്നെ കഴിഞ്ഞ 5 പ്രസവവും സിസേറിയൻ ആയിരുന്നു മാമ. അയ്യോ, 6ാമത്തെ പ്രസവമെങ്കിലും സുഖപ്രസവം ആക്കി തരണേ എന്റെ ദൈവമേ. ദൈവത്തെ വിളിക്കണ്ട, മാമ ഒരു ടിപ്സ് പറഞ്ഞുതരാം. ചിപ്സാ? ചിപ്സ് അല്ല, പേത്തലയാ. നീ ഒന്ന് കേള്. പറ. ഈ ഭാര്യ ലേബർ റൂമിട്ട് കൊണ്ടുപോകുമല്ലോ, ഈ പോന്ന സമയത്ത് നീ എന്റെ ഭാര്യക്ക് ഒരു പുതിയ മൊബൈൽ വാങ്ങിച്ചു കൊടുക്കണം. മൊബൈലോ? എന്തിന്? എടാ, മൊബൈല് കണ്ട ചാടി വീഴാത്ത കുഞ്ഞുങ്ങളുണ്ടോടാ? എന്റെ ഭാര്യ അങ്ങനെ സുഖപ്രസവമായത്. അങ്ങനെ സുഖപ്രസവം നടക്കും. പിന്നെ ഭയങ്കര ഐഡിയ ആണല്ലോ മാമ. പിന്നെ മാമ ഊരി തെങ്കാശി. തെങ്കാശിയാ? എന്റെ ഭാര്യയുടെ ഊര് തെങ്കാശി. അതല്ല, ഒന്ന് ഊരി 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 ഊരി. നീ ഊരെന്ന് പറഞ്ഞ എന്റെ മൂത്ത ചെറുക്കണ നിക്കറല്ല ഇത്. ഇത് വിലങ്ങ, ഇത് അടിക്കാച്ച് പാടാ ഇത്. എന്റെ മാമ അങ്ങോട്ട് ഈ വിലങ്ങ് കയ്യിലിക്കൊണ്ട് നടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് മാമൻ അറിഞ്ഞൂടാ. ഇതൊന്ന് വലത്തൊക്കെ ഈ വിലങ്ങ് കിടക്കുന്ന കാരണമേ എനിക്ക് നേരെ ചൊവ്വ ആഹാരം പോലും കഴിക്കാൻ പറ്റുന്നില്ല. എന്താണ് ഇവിടെ കിടന്ന് ആഹാരം കഴിച്ചാല്? ഞാനൊരു പൊറോട്ട കഴിക്കുവാണെങ്കിൽ ഇങ്ങനെ പൊറോട്ട ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് പൊറോട്ട ഇതിനകത്ത് കയറി കുരുങ്ങും. ഇടിയപ്പം കഴിച്ചാൽ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇടിയപ്പം ഇതിനകത്ത് കയറി കുരുങ്ങും. ഞാനൊരു തലമുടി പോകാതെ എന്റെ തലമുടിയല്ല ഇതിനകത്ത് കയറി കുരുങ്ങും മാമ. ഈ വലത്തെ കയ്യിൽ എന്ത് സാധനം ഈ കിടക്കുന്നത് കൊണ്ട് എന്തും കയറി കുരുങ്ങുമോ മാമ. എടാ, ഇത് വലത്തെ കയ്യിലായത് ഭാഗ്യം, ഇടത്തെ കയ്യിലെങ്ങാണ് അവിടെ കിടക്കണം. മാമ, ഞാൻ ഒരു കാര്യം പറയട്ടെ. മാമന് ഇത് പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറയാം, ഇല്ലെങ്കിൽ എനിക്ക് വേറെ ഏതെങ്കിലും നല്ല സ്ഥലത്ത് കൊണ്ടുപോകാനുള്ളതാ. വേറെ നല്ല സ്ഥലത്ത്? നല്ല സ്ഥലം? എടാ, ഇതിലും പറഞ്ഞ നിന്റെ സ്വപ്നങ്ങളി മാത്രമേ കാണത്തുള്ളൂ. ഇത് നല്ല സ്ഥലമാണ്. നിനക്കൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ചോദിച്ചല്ലേ, എടാ, പണ്ട് ഒരു ജലദേവത, ഒരു മരംവെട്ടുകാരന്റെ സംഭവം നിനക്കറിയാവോ? പിന്നെ എനിക്കറിയാമല്ലോ, മറ്റേ സ്വർണ്ണക്കോടാലിയും വെള്ളിക്കോടാലിയും കൊടുത്തപ്പോ വേണ്ട എന്ന് പറഞ്ഞ മരംവെട്ടുകാരന്റെ കഥയല്ലേ മാമ? എടാ, കഥയല്ല, ഇവിടെ നടന്നതാണ് സംഭവം. ഇവിടെ നടന്നതാ? എടാ, എന്റെ മുത്തച്ഛൻ പണ്ടൊരു മരംവെട്ടുകാരൻ ഒരു കോടാലി ഉണ്ടായി കൊടുത്തു. ഇവൻ കൊണ്ടുവന്നിട്ട് പുഴയെ കളഞ്ഞപ്പോ ഈ ജലദേവത പൊങ്ങി സ്വർണ്ണം വെള്ളി എടുത്ത് കാണിച്ച് അവൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്ക് ആ പഴയ കോടാലി മതിയെന്ന്. അതെന്താ അവൻ അങ്ങനെ പറയാൻ കാര്യം? ആ മരംവെട്ടുകാരന്റെ സത്യസന്ധത. നോ ക്വാളിറ്റി.
ഇവിടുത്തെ ക്വാളിറ്റി മനസ്സിലായോ? ഓ അതുകൊണ്ടാണ് യഥാർത്ഥ കോടാലി വേണം എന്ന് അയാൾ പറഞ്ഞത്. പക്ഷേ അപ്പൊ ഈ ക്വാളിറ്റിയിൽ മാമ ഒരു 6 കോടാലി ഉണ്ടാക്കി തരട്ടാ. മാമ എനിക്ക് കോടാലി ഒന്നും വേണ്ട മാമ. പിന്നെ എനിക്ക് ചെറിയ ഒരു മധു ഉണ്ടാക്കി തന്നാ മതി. അത് ചെറുതല്ലോ, നല്ല തടിയും മണ്ണൊക്കെ. പിന്നെ മറ്റേ ഈ കോടാലി പോലെ ഇരിക്കുന്ന കോടാലിയുടെ ഒരു ചെറിയ സാധനം ഉണ്ടല്ലോ മാമ, മധു. മഴു. അതിപ്പോ ഈ കേരളത്തിൽ കുറവാ. ഇതൊക്കെ ഇപ്പൊ അങ്ങ് ബോംബെയില്. ബോംബെ ഭയങ്കരല്ലേ? ബോംബെ എന്ന് പറഞ്ഞാൽ ബോംബെ എന്ന് പറയുമ്പോ മുംബൈ. മുംബൈ എന്ന് പറയുമ്പോ പിറക്കെ. അയ്യോ എനിക്ക് എന്തോ അറിയാൻ വന്നതാണ്. അല്ല മാമ എന്തോ ഉദ്ദേശിക്കുന്നത്? എടാ ബോംബെ എന്ന് വെച്ചാൽ ഭയങ്കര സെറ്റപ്പ്, വലിയൊരു കഥയാ. എന്തോ പറഞ്ഞോ, നീ കേൾക്കണം. ഈ ബോംബെ എന്ന് കേരളത്തിലേക്ക് 2 വിലപിടിപ്പുള്ള സാധനം അന്ന് എത്തിയിട്ടുള്ളായിരുന്നു. അതെന്തൊക്കെ മാമ? ഒന്ന് ബോംബെ മുട്ടായും പിന്നെ ഈ മാമന്. ബോംബെയിലൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോന്നോ? എടാ ബോംബെ വെച്ചൊരു വലിയൊരു കഥ ഉണ്ടായി. ഈ കഥയെന്ന് നീ കേൾക്കണോ? കേക്കണ്ട. പറഞ്ഞു വരുമ്പോഴേ മനസ്സിലാവുന്നു ഇത് സൂപ്പർ കള്ളം പറയാനുള്ള പോക്കാണ്. അതുകൊണ്ട് നീ കേക്കണ്ട മാമ. ഒരു കാര്യമുണ്ട്, എനിക്ക് അത്രയും പെട്ടെന്ന് പോണം. ഇവിടെ നല്ല കത്തി കിട്ടൂ. നല്ല കത്തി ഇവിടെ ഉണ്ടല്ലോ. എവിടെ? അതുകൊണ്ടിരിക്കുന്നു ശ്രീവിദ്യ. എന്റെ പൊന്നെ ഇതുപോലെ കത്തി വെക്കുന്നത് കൊച്ചിന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ട്. മാമ മാമ നിങ്ങൾ സംസാരിച്ചിരിക്കുന്ന സമയം കളഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഏത് സമയം ഇവിടെ വരും. എനിക്ക് എത്രയും പെട്ടെന്ന് പോണം മാമ. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും മാമന്? എടാ കിടന്ന് ബഹളം വെക്കാതെ ബഹളം ഉണ്ടാക്കാതെ മാമന് പറയാം ഇടികൊള്ളുന്നത് ഞാൻ. എടാ നിന്റെ ലാഭത്തിന് വേണ്ടിയ മാമയെ കിടന്ന് ആലോചിക്കുന്നത്. അതെന്തോ എന്റെ ലാഭം? എടാ ഞാനിത് അടിച്ചെന്ന നീ എനിക്ക് എന്ത് തരാന്നാ പറഞ്ഞത്? സ്വർണ്ണമാല ആണല്ലോ. അപ്പൊ ഞാൻ ഇത് അടിച്ചു കഴിയുമ്പോഴത്തേന് നീ സ്വർണ്ണമാല പൊട്ടിച്ചോണ്ട് വരും. വീണ്ടും നിന്നെ പോലീസ് പിടിക്കും. വീണ്ടും കൈ വലങ്ങിടുവോ? വീണ്ടും നീ ഓടി വരും. വീണ്ടും ഞാനിത് അടിച്ചു തരും. വീണ്ടും നീ പോയി സ്വർണ്ണമാല പൊട്ടിച്ചോണ്ട് വരുവോ? അങ്ങനെ പൊട്ടിക്കും എടുക്കും, പൊട്ടിക്കും എടുക്കും. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് നീ നേരെ ഒരു 10-35 സ്വർണ്ണമാല പൊട്ടിച്ച് മാമനെ കൊണ്ടിത്താ. ഇതെല്ലാ വിലം കൂടെ മാമ ഒറ്റ അടിക്ക് പൊട്ടിച്ചു തരാം. അഴിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ കിളവാ. ഇതാ പറയുന്നത് ദൈവം പണ്ടൊക്കെ പെതുക്കെ ത്രൂ തരുവാണല്ലോ. ചെല്ലപ്പേണ്ണന്റെ മേക്കപ്പ് ഉഗ്രം കേട്ടോ. കറക്റ്റ് കണ്ടംപൂച്ച. ഈ കള്ള കണ്ടംപൂച്ച ഇല്ലേ അതുപോലെ ഞാൻ കയറ്റി വെച്ചു കണ്ടം പൂച്ച. എന്നാ പിന്നെ കരച്ചിലോട്ട് കൊടുക്കാം. അയ്യോ തകഞ്ഞല്ലേ? ഇത് പ്ലാൻഡ് ആയിരുന്നു കേട്ടാ. അതായത് സജിയണ്ണന് പൂച്ചേരെ ശബ്ദം ചെയ്യണം. അപ്പൊ കറക്റ്റ് സമയത്ത് നീ അത് ചോദിക്കാൻ പറഞ്ഞാടി അങ്ങനെ. ഇല്ല പറഞ്ഞില്ല. സജിയണ്ണ പൂച്ചയുടെ സൗണ്ട് സംസാരിക്കണം. ബാക്കി മൊത്തം ഒരു സ്കിറ്റ് ചെയ്തായിരുന്നല്ലോ. അയ്യോടാ കാക്കയായോ? ആ പൈസ തരാന്ന് പറഞ്ഞു ശ്വേത ചേച്ചി. ആ അതല്ല അയ്യന്റെ പൊന്നു. സജീവേട്ടനാണോ വിക്രമാദിത്യന് വേതാളത്തിന് ഡബ് ചെയ്തത്? അല്ലല്ല, അത് ഇതുപോലെയാണ് സംസാരിക്കുന്നത്. ഞാനത് ആണ് ചെയ്യുന്നത്. പാട്ടൊക്കെ പാടുന്നത്. പാട്ട് കേക്കണേ? ഉണ്ണി ബാബ പാടട്ടെ. അടിപൊളിയായിരുന്നു. കണ്ടോ ഞങ്ങളുടെ ഇവിടെ സ്കിറ്റ് മാത്രമല്ല ഇങ്ങനത്തെ പെർഫോമൻസും കാണാൻ പറ്റും. സന്തോഷായില്ലേ? എന്നാ ഈ സന്തോഷത്തിൽ നമുക്ക് ബാറ്ററി നോക്കാം. ഒടിഞ്ഞു വീഴും. ഇല്ല അങ്ങനെ തോന്നുന്നുണ്ടോ? വാ നോക്കാം. ധൈര്യത്തിൽ നിക്ക്. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി പല ചിരി താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി പല ചിരി എനിക്കൊന്ന് പൂച്ചയും കൂടെ ചേർത്താണ് കുറച്ച് സ്കോർ ചെയ്തു തോന്നുന്നു. അല്ല ഇത്രയും വരത്തില്ലായിരുന്നു. അല്ല ഇത്രയും വരില്ല. ഇത്രയും വരത്തില്ലായിരുന്നു. ഞാൻ കിളവി ചെയ്യാൻ വെച്ചിരുന്നതാ. ഗ്രൂമിങ്ങിൽ സാറ് അപ്പൊ സാറ് പറഞ്ഞ അല്ല ചേട്ടാ അത് മാറ്റി പിടിക്കുക ഇന്ന രീതി ചെയ്യുക. സാറ് പറഞ്ഞു തന്നൊരു കണ്ടന്റ് ആണ്. സൂപ്പർ. അപ്പൊ സാറ് പറഞ്ഞ വ്യത്യസ്തമായി ചെയ്യണം. അപ്പൊ അതിന്റെ കൂട്ടത്തില് പിന്നെ അവനൊക്കെ തന്നെ ജിഷോ നമ്മുടെ ഗ്രൂമർ, പിന്നെ അവനൊക്കെ തന്നെ ഏറ്റവും നമ്മൾ കിരൺ സരികയും പിന്നെ പ്രശാന്ത് കരകുളം നല്ല രീതി നമ്മളെ ഒരു രാത്രി കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് തന്നത്. ഒരുപാട് നന്ദി. താങ്ക് യു. ചേച്ചി 40,000 rupees ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ പൈസ നേടി. അപ്പൊ ഇനിയും ഇതുപോലെ മാറ്റങ്ങൾ വരട്ടെ, സ്കിറ്റുകൾ അടിപൊളിയാവട്ടെ, ചിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. ഓക്കെ
വർക്കൗട്ട് ഇല്ല, മസിൽസ് ഇല്ല, ഡംബിൾസ് ഇല്ല, നമുക്കുള്ളത് കുസൃതികളും തമാശകളും പൊട്ടിച്ചിരികളും മാത്രം. അതാണ് ഈ വേദിയിലിരിക്കുന്ന ഞങ്ങളുടെയും നിങ്ങളുടെയും നമ്മൾ പ്രേക്ഷകരുടെയും ആരോഗ്യ രഹസ്യം. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഗോതയിലേക്ക് ഇറക്കുകയാണ് നമ്മുടെ സ്വന്തം ബൈജുക്കുട്ടൻ, പ്രവീൺ ആൻഡ് സ്മൃതി. നിങ്ങള് റീൽസ് ഒക്കെ ഇടുമ്പോൾ ലൈക്കും ഷെയറും കിട്ടും. പക്ഷെ ഞങ്ങളുടെ പിള്ളേർ ഇവിടെ വന്ന് സ്കിറ്റ് ചെയ്ത് നിങ്ങളെ ചിരിപ്പിച്ച് നാട്ടുകാരുടെ ആരോഗ്യം കൂട്ടിയിട്ട് ഇവിടെ നിന്ന് പോകുമ്പോ കൈ നിറയെ കാശ് കിട്ടും. ആ കാശ് കൊടുക്കുന്നത് നമ്മുടെ ശ്വേത ചേച്ചിയാണ്. അതിന് വേണ്ടിയിട്ട് ശ്വേത ചേച്ചി ബാറ്ററി ഓൺ ആണോ? ഓൺ ആണ്. ഓക്കെ, അപ്പൊ ബാറ്ററി ഓൺ ആണ്. അവരുടെ സ്കിറ്റ് കാണുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ചിരിച്ചെടുക്കുക, അവർക്ക് ഒത്തിരി കാശ് കിട്ടും. ഓക്കെ, സോ നമുക്ക് വെൽക്കം ചെയ്യാം ബൈജുക്കുട്ടൻ, പ്രവീൺ ആൻഡ് സ്മൃതി. മനുഷ്യ, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇതും എടുത്തോണ്ട് എന്റെ വീട്ടിലോട്ട് വന്നത്? അപ്പുറത്തെ സുമ ചേച്ചി എന്താ ചോദിച്ചെന്നറിയോ? രണ്ടുപേരും കൂടെ വയ്യാത്ത അച്ഛനെ പൊക്കിക്കൊണ്ട് എങ്ങോട്ടാന്ന്. എടി അവളത് പറയും, അവക്ക് അതിനുള്ള വിവരമുള്ളു. എടി അവളുടെ വീട്ടിൽ ഹരിതകർമ്മസേനക്കാർ വന്ന് പ്ലാസ്റ്റിക് ചോദിച്ചപ്പോ പ്ലാസ്റ്റിക് ഇല്ലാത്തതിന് സ്വന്തം തന്തയുടെ സെറ്റ് വല്ലി ഊരി കൊടുത്തവളാ അവളെ. എടി നീ ആ കോലത്തൊക്കെ ഒന്ന് നോക്കിയായിരുന്ന? ഞാൻ വരുന്ന വഴിക്ക് നോക്കിട്ടാ വന്നത്. എന്നിട്ട് ഉമ്മറത്ത് അമ്മത്തമ്പുരാട്ടി സംഭാരം കുടിച്ചോണ്ടിരിക്കണു. ചങ്കാരം കുടിച്ചോണ്ടിരിക്കണു. നിന്നോട് കോലത്ത് പോയി നോക്കിയാന്നല്ല പറഞ്ഞത്. ഈ ഇരിക്കണ കോലത്തുമ്പോ ഒന്ന് നോക്കി. നോക്കി എന്നിട്ട് എന്ത് തോന്നണ്? എന്തായാലും നിങ്ങളെക്കാളും കൊള്ളാം. ശരി, അതാണോ ഞാൻ പറഞ്ഞത്? ഇത് ഞാൻ എന്റെ അമ്മ അയച്ചിട്ട് ഇടാൻ വേണ്ടി ഒരു ഷർട്ടും പാന്റും മേടിച്ച് അളിയന് കൊടുത്തിട്ട് അളിയൻ അത് കോലത്തും ഇട്ടിട്ട് എന്നെ മനഃപൂർവ്വം ഹാസ്യവൽക്കരിക്കാൻ വേണ്ടി പാടത്തുണ്ടെന്ന് വെച്ചാക്കുന്നത്. ഇതിന് ഞാൻ അളിയനോട് പകരം ചോദിക്കും. ഇതിന്റെ കണക്ക് തീർത്തിട്ട് ഞാൻ പോകുള്ളൂ. അളിയാ അളിയാ, അയ്യോ ഒന്നും ചെയ്യല്ലേ. എടി ഞാനങ്ങനെ ചാടിക്കേറി ഇടിക്കണമെന്ന് പിന്നൊന്നും അല്ല. അയ്യ, നിങ്ങളോടല്ല അവനോട്. അവന് പ്രാന്താവന്. അയ്യോ, അവന് പ്രാന്തുണ്ടെങ്കിൽ ഞാൻ അവന്റെ പ്രാന്തിന് ഒരു ഷോക്ക് കൊടുക്കുമല്ല. അവന്റെ പ്രാന്തുണ്ടെങ്കിൽ എനിക്കൊന്ന് അറിയണം. അല്ല അവന് അല്ല അവനിട്ട് തന്ന വാച്ചല്ലേ, വാശിപ്പുറത്ത് അവനെങ്ങാനും ഊരി മേടിച്ചാല. അല്ല, ഈ വാച്ചില്ലാതെ എനിക്ക് ദുബായിൽ ജോലിക്ക് എല്ലാം പറ്റൂല. ഞാൻ വാച്ച്മാനല്ലേ ഒട്ടകത്തിന്റെ. അളിയാ അളിയാ, ആഹാ, ആരായി വന്നേക്കണേ? ഫസ്റ്റ് എൻട്രിക്ക് തന്നെ അളിയന്റെ ഒരു ഹാസ്യ പ്രകടനം. ആരായി വന്നാക്കണേന്ന്. 8 വർഷമായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്, എന്നിട്ട് ഇപ്പോഴും അളിയന് ഞാൻ ആരാന്ന് അറിഞ്ഞൂടാ. എന്റെ അളിയൻ ഞാനൊരു നാട്ടു വർത്തമാനം പറഞ്ഞതല്ലേ? നാട്ടു വർത്തമാനം. രണ്ടുപേരും ഉണ്ടല്ല? 2 പേരല്ല, ഞങ്ങള് 3 പേരുണ്ട്. പിന്നെ വന്ന വഴിക്ക് അളിയന്റെ അച്ഛൻ പാടത്ത് കുത്തിയിരിക്കണം. ഞാൻ കൈയോടെ വിളിച്ചോണ്ട് പോകുന്നു. ഓ, നിനക്ക് കണ്ടന്റ് മനസ്സിലായിട്ടില്ല അല്ലേ? ഇതാണ് നിങ്ങളുടെ അച്ഛൻ. ഈ കോലമാണ് ഞങ്ങൾ അച്ഛൻ. അനാവശ്യം പറഞ്ഞാലല്ല. അപ്പൊ അളിയൻ അനാവശ്യം കാണിക്കാം. എന്ത്? ഞാൻ ദുബായി പോയി കഷ്ടപ്പെട്ട പൈസ കൊണ്ടൊരു പാന്റ് ഷർട്ട് മേടിച്ച് അളിയന് തന്നായിരുന്നു. അത് ആർക്ക് ഇട്ട് കൊടുക്കാനാണ്? അച്ഛനിട്ട് കൊടുക്കാൻ. എന്നിട്ട് അളിയൻ ആർക്കാ ഇട്ട് കൊടുത്തത്? ആ കോലത്തിന് ഇട്ട് കൊടുത്തു. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്ന് മുതൽ എന്റെ കാഴ്ചപ്പാടിൽ ഇതാണ് എന്റെ അമ്മായിച്ച. അമ്മായിച്ച അമ്മായിച്ച എന്താണോ പോകുന്നത്? അതെന്താ? അളിയൻ ചമ്മായിരിക്കാൻ വേണ്ടി അച്ഛന് ഞാൻ ഡബ് ചെയ്തത്. ഓഹോ, അപ്പൊ 2 പേരും കൂടി വട്ടം കൂടി ഇന്ന് ഹാസ്പിറ്റലിരിക്കുക അല്ലേ? അളിയാ, അളിയൻ ഇതുകൊണ്ട് വിഷമിക്കും. അളിയൻ ഇതുകൊണ്ട് വിഷമിക്കും. ഇത് അളിയന്റെ കണ്ണി കൊണ്ട് അളിയൻ കിടന്ന് വിഷമിക്കും. അളിയൻ എന്റെ വിഷമം മനസ്സിലാക്കണമെങ്കിലേ, അളിയൻ ഒരു കല്യാണം കഴിച്ച് അളിയൻ ഒരു അളിയനാകുമ്പോ അളിയൻ എന്തെങ്കിലും മേടിച്ചു തന്നിട്ട് അളിയൻ ഒന്ന് കാണിക്കുമ്പോ അളിയൻ എന്തോരം വിഷമം ഉണ്ടാവും. എന്റെ പൊന്നളിയാ. അളിയാ, മനസ്സിലായില്ല? അയ്യോ, എന്നെ മനസ്സിലായില്ല. ഞാൻ കുഞ്ഞുട്ടി അളിയ. അയ്യോ, അത് മനസ്സിലായി. അപ്പൊ അളിയൻ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. കണ്ടാ ഞാൻ പറഞ്ഞുതരാം. അളിയൻ ഈ വിഷമം മനസ്സിലാക്കണമെങ്കിൽ അളിയൻ ഒരു കല്യാണം കഴിച്ച് അളിയനോട് പറഞ്ഞിട്ട് അളിയൻ എന്തെങ്കിലും മേടിച്ചു കൊടുത്ത് അളിയനോട് കിടന്നളിയുവാ കേട്ടോ. കഴിഞ്ഞ 4 ഷെഡ്യൂളായിട്ട് സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് പോയിട്ട് തിരിച്ചൊരു ഫ്രഷ് കൗണ്ടർ ഞാൻ കൊണ്ടുവരാണെന്ന് പറഞ്ഞ പുള്ളിയാ. ഇതാണ് ഫ്രഷ് കൗണ്ടർ. അളിയാ, ഇപ്പത്തെ സിനിമ എന്ന് പറഞ്ഞ കൗണ്ടർ അല്ല, ലൈഫാ. ഇവിടെ കൂടെ ഉള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ അളിയനെ ലൈഫ് ഞാൻ ഇപ്പൊ തീർത്തേനെ. അളിയൻ എന്നോട് തന്നെ ഇത് പറയണം. ഇവളെ പെണ്ണ് കാണാൻ വരുമ്പോഴേ അളിയന്തേ ഇത്ര ഉണ്ടായിരുന്നുള്ളു. ഒരു മൂട് കീറിയ നിക്കറ് മാത്രം ഇട്ട്. ആ മൂട് കീറിയ നിക്കറിട്ട് നടന്നു പോകുമ്പോ നമ്മൾ പിന്നീ കൂടെ ചെന്നൊന്ന് നോക്കണം. അളിയന്റെ നിക്കറ് നമ്മളെ വികാരം പറിച്ചു കളിച്ചിരിക്കും. നിർത്തിക്കോ നിങ്ങള് കേട്ടാ. എന്റെ അനിയനെ ഇനി ആരെങ്കിലും മുന്നിൽ വെച്ച് കളിയാക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ തനിക്കോണം നിങ്ങൾ അറിയും. അത് കാണാനാണോ ഞാനിവിടെ വന്നത്? ഇങ്ങോട്ട് മാറിയിക്ക്.
നിങ്ങളുടെ അച്ഛന് തല കറങ്ങണ്ടെന്നും നല്ല BP ഉണ്ടല്ലോ. അതാണോ ഞാൻ പറഞ്ഞത്? അളിയൻ എന്തുകൊണ്ട് ഇത് മനഃപൂർവ്വം ചെയ്തല്ലേ അളിയ? എന്റെ പൊന്നളിയ അളിയൻ മേടിച്ചെന്ന പാന്റ് ഷർട്ടും അച്ഛന് മാറ്റല്ല, അതല്ലല്ലോ ഇത് ചെറുതല്ലേ. ഓഹോ, അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നതൊക്കെ മാറ്റുമല്ല, ചെറുതുമാണ്. കഴിഞ്ഞ ഓണത്തിന് ഞാൻ അച്ഛന് ഷൂ മേടിച്ചു തന്നായിരുന്നല്ലോ, അതെവിടെ? എന്റെ അളിയ അതും അച്ഛന് മാറ്റല്ലായിരുന്നു. അതുകൊണ്ട് കുളമ്പ് രോഗം വന്ന പശുവിന്റെ കാലം ഞാൻ ആ ഷൂ എടുത്തുകൊണ്ട് ഇട്ട്. അപ്പൊ ചുമ്മാ തന്നെ ഞാൻ തൊഴുത്തിച്ച് നോക്കുമ്പോ പശു അടക്കെടുത്തിട്ട് മൂൺവാക്ക് അടിച്ച് കളിക്കണ്ടായിരുന്നു. പശുവിന്റെ അളിയ വ്യക്തമായിട്ടൊരു കാരണം തരാതെ ഞാൻ ഇവിടെ നിന്ന് പോകൂല. എന്നാ അളിയൻ കേട്ടോ, ഞാനിത് മനഃപൂർവ്വം ചെയ്തതാ. എന്ത് കാര്യത്തില് അളിയ? അളിയൻ ഗൾഫിലായിരുന്ന സമയത്ത് അച്ഛനെ ഫോണിൽ വിളിച്ച് ചോദിച്ചാ, അച്ഛാ ഞാൻ വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരണോന്ന്. അതെന്റെ മര്യാദ. ഞങ്ങളുടെ പാവം പിടിച്ച അച്ഛൻ അളിയനോട് പറഞ്ഞോ, വിലപ്പെട്ട ഒരു സ്പ്രേ വേണോന്ന് പറഞ്ഞോ, വിലപ്പെട്ട ഒരു സോപ്പ് വേണോന്ന് പറഞ്ഞോ. നിസ്സാര ഒരു സാധനം അച്ഛൻ ചോദിച്ചത്, അത് അളിയൻ മേടിച്ചു കൊടുത്താ. അതെന്ത് സാധനം അളിയ? ഒരു കുഞ്ഞൊട്ടകം. ഞാൻ ഒട്ടകം കൊണ്ടേ കൊടുത്തില്ല. എന്താ കൊണ്ട് കൊടുക്കാൻ? ഒട്ടകത്തിന് മുഴയുള്ള കാരണം മെഡിക്കൽ കിട്ടിയില്ല. ആ മെഡിക്കൽ കിട്ടാത്ത കാരണം എന്റെ അച്ഛന് നെഞ്ചു പേരുണ്ടായി 6 മാസം മെഡിക്കൽ കിടന്ന് അറിയാവോ? 6 മാസം മെഡിക്കലിൽ കിടന്നപ്പോ മെഡിക്കൽ സ്റ്റോറിൽ ഞാൻ മരുന്നും മേടിച്ചു കൊടുത്തു. എനിക്ക് അവിടെ നിന്നാണ് മരുന്ന് കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാലോ. അത് നീ ഇവിടെ പറയണ എന്തിനാണ്? നിങ്ങൾ കുറെ നേരമായി കൈ നിട്ട് അങ്ങ് കയറ്റി കളിച്ച് മെഡിക്കൽ കളിച്ച് അങ്ങ് പോകുന്നു. ഞാൻ പിന്നെ എന്തിനാ പേടിച്ച് നിൽക്കുന്നു? മേടിച്ചങ്ങ് നിൽക്കുന്നു. എന്റെ കയ്യിൽ നീ മേടിക്ക. അളിയ പറയേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അവനോട് ചൂടാവരുത്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ അവനോട് ദേഷ്യപ്പെടുന്ന? എന്തിനാ? ഒന്നുമില്ലേലും നമ്മുടെ കല്യാണം എല്ലാരും എതിർത്തിട്ടും ഒറ്റയ്ക്ക് അവനല്ലേ നടത്തി തന്നത് അല്ലേ? ചതിയൻ സപ്പോർട്ട് കാരണം ഞാൻ കിടന്ന് ഉരുകുവാ, അറിയാമോ? വന്ന വഴി ഒരിക്കലും മറക്കരുത് ചേട്ടാ. അത് മറന്നാലും കുഴപ്പമില്ല, ഞാൻ വല്ല ടാക്സി എടുത്ത് വെക്കോളാം. ആരുടെ ടാക്സി എടുത്തോണ്ട് പോവാന്ന്? എന്നാലും തന്റെ സഹായങ്ങളെ കുറിച്ച് എന്നോട് പറയരുത്. അതിലും വലിയ സഹായങ്ങൾ അളിയനും കുടുംബത്തിനും വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ശരിയാടാ, എന്തോരം സഹായങ്ങളാണ് എന്റെ പാവൻ ചേട്ടൻ നിനക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത്. നന്ദി വേണം, നന്ദി. അങ്ങനെ പറഞ്ഞു കൊടുക്കണേ. എനിക്കങ്ങനെ അറിയാം നിങ്ങൾ എന്താ ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോ അടിപൊളി വെട്ടമുള്ള ഒരു ടോർച്ച് ഞാൻ തന്നില്ലടാ. വെട്ടമുള്ള ടോർച്ച് തന്നതിന്റെ പേരിൽ എത്ര വട്ടം നിങ്ങൾ എന്നെ ടോർച്ചർ ചെയ്ത്? ഇനി എന്റെ അനിയനെ എങ്ങാനും ടോർച്ചർ ചെയ്താ നിങ്ങളെ ഞാൻ അളിയ ഇങ്ങോട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ഞങ്ങൾ അങ്ങോട്ടും തന്നിട്ടുണ്ട്. അളിയൻ ആദ്യം ഗൾഫിൽ പോയ സമയത്ത് അളിയന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അവലോസ് പൊടി ഒരു ടിന്ന ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നു വിട്ടത് അറിയാവാ? എടോ അതാടോ കുടുംബം. എന്റെ കുടുംബക്കാരെ നോക്കണോ? നല്ല കുടുംബക്കാരാ. ഈ അവലോസ് പൊടി എന്ന് പറഞ്ഞ് തന്നത് എന്താണെന്നറിയാമോ? മരപ്പടിക്കാരനായ ഇവരുടെ അച്ഛൻ ഉളി തേക്കണ ചരള് പൊടി. ഇത് വാരി തിന്നിട്ട് പെരവണിക്ക് വെച്ചിരുന്ന 3 കട്ടിലെ ഞാൻ നാക്കും കൊണ്ട് ചീവിട്ടത്. അളിയന്റെ നാക്കിന് ഇത്രയും മൂർച്ച. എന്നിട്ട് കുടുംബ മഹിമ പറയുന്നു. കുടുംബാണോ നിന്റെ? കുടുംബക്കാരാണ്. ഞാൻ ടോർച്ച് പോട്ടെ, അളിയന് നല്ല കിടുക്കാച്ചി സ്പ്രേ ഒരെണ്ണം തന്നില്ല, വില പിടിപ്പിച്ചോളൂ. സ്പ്രേ അതിനൊരു മണവും ഇല്ലായിരുന്നു അളിയ. അളിയ അതിന് മണം വേണമെങ്കിൽ ആ സ്പ്രേ അളിയന്റെ മേത്തടിക്കണം, അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ ശാന്തയല്ല ആ സ്പ്രേ അടിക്കട്ടെ. കൂടുതൽ സംസാരിക്കട്ട. ഇവിടെ അച്ഛൻ എപ്പോഴും പറയും അളിയൻ എന്ത് സാധനം തന്നാലും ഈ കുടുംബത്തിൽ ഒരു ഉപയോഗം ഇല്ലാത്ത സാധനമാണ്. അങ്ങനെയാണെങ്കിൽ അളിയനും അളിയന്റെ അച്ഛനും എനിക്കൊരു ഉപയോഗം ഇല്ലാത്ത സാധനം തന്നിട്ടുണ്ടല്ലോ. ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുമ്പോ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം കൊടുക്കണം. ചേട്ടാ, ചേട്ടൻ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാധനവും അവരേത് വാങ്ങണ്ട, തിരിച്ചു കടുക്കേട്ടെ. അളിയനാ ഉപയോഗമില്ലാത്ത സാധനം അളിയൻ പറയരുത്. പല്ലില്ലാത്ത അമ്മമ്മക്ക് ഞാൻ നല്ലൊരു കിടുക്കാച്ചി സെറ്റ് വല്ലൂടെ തന്നില്ല. ആ സെറ്റ് പല്ല് വെച്ചതിന് ശേഷം അമ്മൂമ്മ മുറുക്കാൻ ചവയ്ക്കണ കാണണം. ഇതിങ്ങനെ അളിയ അങ്ങനെ. പിന്നെ ഒട്ടകത്തിന്റെ പല്ലെടുത്ത് വെച്ച് ഇങ്ങനെയല്ലേ ചവക്കാൻ പറ്റും. ആ പല്ല് അമ്മൂമ്മക്ക് മാറ്റല്ലെന്ന് പറഞ്ഞ് അച്ഛൻ അപ്പൊ തന്നെ അത് അഴിച്ചങ്ങോട്ട് മാറ്റി. അങ്ങനെ അളിയൻ ഇവിടെ കിടന്ന് വിടുവാത്തരം പറയണ്ട. മാച്ചാണോ ചെറുതാണോ എന്ന് അച്ഛൻ പറയട്ടെ. അച്ഛനെ വിളിക്കും. അച്ഛന്റെ ഇവിടെ ഇല്ല, അച്ഛൻ പുറത്തു പോയേക്കുവാ. ഞാൻ വിളിച്ചോളാം. വിളിക്ക, അളിയൻ വിളിക്ക്. ഹലോ അച്ഛാ. ആണ് അതെ. അയ്യോ, അച്ഛൻ എന്നാ പറഞ്ഞു? അച്ഛൻ കൈവിട്ടു പോയി. കൈവിട്ടു പോയെന്നാ? പിന്നെ നിങ്ങളുടെ അച്ഛൻ മാച്ചിന്റെ ആളല്ലേ? അപ്പൊ അമ്മമ്മക്ക് കൊടുത്ത സെറ്റ് വല്ലില്ലേ, അത് കൊടുത്ത വേലക്കാരിക്ക് വെച്ചപ്പോ നല്ല മാച്ചാന്ന്. ഇപ്പൊ അവര് തമ്മിൽ മാച്ചായിട്ട് ബീച്ചിൽ കിടന്ന് കറങ്ങുവാ. അല്ല അച്ഛാ. അയ്യോ, എന്താണ് കുട്ടിയകലിന് പറയാനുള്ളത്? പറഞ്ഞു കുട്ടിയകൽ. ഇല്ല, ഒന്നുമില്ല. ഇല്ല, പറ. ഈ എപ്പിസോഡിൽ 2 എലിയില പഠിക്കും. എല്ലാരും ഒന്ന് ചിരിച്ചു കൊടുക്കണം. ഈ കോലത്തിനെ ഞങ്ങൾ ഇവിടെ നിർത്തിയത്
അഖിലിന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞോണ്ടാ. ഇല്ല അതവിടെ നിൽക്കട്ടെ. ഈ സ്കിറ്റിലെ പ്രധാന കഥാപാത്രം അതെ, നിങ്ങൾ അച്ഛന്റെ ഉപേക്ഷിച്ച തല- കളയാണോ? ഒരു മിനിറ്റ്. പ്രായം ചെന്നൊരു വ്യക്തിയിൽ അദ്ദേഹത്തെ ബഹുമാനിക്കണ്ടേ? അച്ഛനെ തലയെ പിടിച്ചിരിക്കല്ലേ അങ്ങേർക്ക്? ഇടയ്ക്കൊന്ന് തല ചുറ്റി തല മാറിപ്പോയായിരുന്നു. അത് ശ്രദ്ധിച്ചില്ലേ ആ സ്കിറ്റ്? ഞാനേ ഇപ്പോഴാരും നമ്മളെ മുണ്ടെടുത്ത കോലം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മുണ്ടെടുത്ത കോലം മുണ്ടെടുത്ത കോലം നമ്മൾ എല്ലായിടത്തും പണ്ട് മുതലേ കോലം ഏറ്റവും കൂടുതൽ അപ്പൊ അപ്ഡേറ്റ് ഉള്ളത് കോലത്തിനാണ്. കാരണം കോലം പണ്ട് മുതലേ പാന്റ് ഇടും. എല്ലാ കോലത്തിനും പാന്റ് ഇടും. മുണ്ടെടുത്ത കോലം ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് മുണ്ട് ഉടുക്കാത്ത കോലം. എന്താണ് കാരണം? അത് പാടത്ത് വെക്കുന്നോണ്ട് പാറിപ്പോവും. ചിലര് ഉടുക്കും. ശരിയാ. ധൈര്യമുള്ള കോലങ്ങള് ഉടുക്കാറുണ്ട് നാട്ടിൻ പുറത്തൊക്കെ. മനസ്സിലായി അവൾ ഉദ്ദേശിച്ചത്. കോലത്തിന് കാറ്റടിക്കുമ്പോ മുണ്ടെങ്ങാനും മാറിയാൽ സഹായിക്കാൻ പോലും. ലോകത്ത് എന്തെല്ലാം ഗവേഷണങ്ങൾ നടക്കുന്നു. കോലത്തിന് മുണ്ടുടിപ്പിക്കാൻ നടക്കുന്നു. അത് ഭയങ്കര പോയിന്റ് ആണ്, വാലിഡ് പോയിന്റ് ആണ്. അല്ല കോലത്തിന്റെ മുണ്ട് പോട്ടെ, ഒരു കുഞ്ഞൊട്ടം കൊണ്ട് കൊടുക്കാനില്ല ചേട്ടാ. അത് കൊടുക്കാതെ ഭയങ്കര മോശമായി പോയിട്ടോ. എന്നാ പരിപാടിയാ കാണിച്ചത്. എന്നാ പിന്നെ അങ്ങനെ നിക്കറിന്റെ ഓട്ടം അടച്ചോട് പോയി. എനിക്ക് ആ നിക്കറിന്റെ നടത്തം ഭയങ്കര എങ്ങനെയാ അത്? എങ്ങനെ ഒന്നുകൂടി കാണിക്കൂ. ജസ്റ്റ് അവിടെ നിന്നിട്ട് ഒന്ന് വായ വെച്ച് ഒന്ന് നടക്കൂ. ആ എക്സ്പ്രഷൻ അളിയന്റെ നിക്കറ് നമ്മളെ വികാരം വരച്ച് കാണിക്കരുത്. ചേട്ടന് കണ്ട എക്സ്പീരിയൻസ് നന്നായത്. നല്ല ഫ്ലോ, നല്ല സ്പീഡില്, നല്ല കണ്ടന്റ്, നല്ല എനർജി. സ്മൃതി ഫയർ. ആ സുഖമില്ലെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്തു. നല്ല കൗണ്ടർ, നല്ല എനർജി, നല്ല എല്ലാം. ഓക്കെ, താങ്ക് യു. നോക്കാം. അടിപൊളി. അങ്ങനെയാണെങ്കിൽ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് ഇനി അറിയാം. ഓക്കെ, കരനിറയെ വന്ന മുഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തന താളത്തിൽ ഞാൻ 30,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ശ്വേത ചേച്ചി. യെസ്, ക്രെഡിറ്റായി. അച്ഛന് സന്തോഷമായി കാണുമല്ലേ? തീർച്ചയായും 30,000 രൂപ ലഭിച്ചതിന്റെ ഒരു എക്സ്പ്രഷൻ കാണുന്നില്ല അച്ഛനില്. മൂപ്പരുടെ തല ചുറ്റി ഇരിക്കല്ലേ? അതിന്റെ ആയിരിക്കും. ഓക്കെ ചേച്ചി, നമ്മൾ ഫുൾ ടീമായിട്ട് തിരിച്ച് വന്നേക്കുവാ. അതായത് നമ്മുടെ എപ്പിസോഡിൽ 2 കിഡിലും സ്കിറ്റുകൾ ഉണ്ടായിരുന്നു. പെർഫോമൻസ് വൈസ് എല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ ഒരാളായിരിക്കും നമുക്ക് അതിൽ കുറച്ചും കൂടെ എന്റർടൈനിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവാം. നമുക്ക് മാത്രമല്ല, നമ്മുടെ പ്രേക്ഷകർക്കും ഇവിടെ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ആരായിരിക്കും ചേച്ചി? ഓക്കെ, ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ഇതാ കണ്ടോ. പണ്ടൊക്കെ അറിഞ്ഞ ദൈവം പയ്യെ ഇപ്പൊ ദ്രോഹം ചെയ്യുന്നവരുണ്ടല്ലോ, ആ സ്പോട്ടിലാ ദൈവം ശിക്ഷ കൊടുക്കുന്നത് കേട്ടോ. ഒരു ഓളത്തിന് പറഞ്ഞതാ, ഓട്ടി തന്നോ. ഈ ചെല്ലപ്പണിക്കാരൻ കൊല്ലപ്പൻ എന്തു നോക്കുന്നേ? നീ തലതിരിച്ച് പറഞ്ഞ് ഏറ്റവും നോക്കുക. ഇപ്പൊ അങ്ങ് ബോംബെ ഭയങ്കരല്ലേ? ബോംബെ എന്ന് പറഞ്ഞ ബോംബെ എന്ന് പറയുമ്പോ മുംബൈ എന്ന് പറയുമ്പോ പിറക്കെ. അയ്യോ, നീ എന്തോ അറിയാൻ വന്നതാണ്. അല്ല മാമ എന്തോ ഉദ്ദേശിക്കുന്നത്? എടാ, ബോംബെ എന്ന് വെച്ചാൽ ഭയങ്കര സെറ്റപ്പ്, വലിയൊരു കഥയാ. എന്തോ പറഞ്ഞോ, നീ കേൾക്കണം. ഈ ബോംബെ എന്ന് കേരളത്തിലേക്ക് 2 വിലപിടിപ്പുള്ള സാധനം അന്ന് എത്തിയിട്ടുള്ളായിരുന്നു. അതെന്തൊക്കെ മാമ? ഒന്ന് ബോംബെ മുട്ടായും പിന്നെ ഈ മാമന്. അതല്ല, ഊരി 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 നീ ഊരെന്ന് പറഞ്ഞ എന്റെ മൂത്ത ചെറുക്കണ നിക്കറല്ല ഇത്. ഇത് വിലങ്ങ, ഇത് അടിക്കാച്ച് പാടായത്. എന്റെ മാമ ഇവിടെ അങ്ങോട്ട് ഈ വിലങ്ങ് കയ്യിലിക്കൊണ്ട് നടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് മാമൻ അറിഞ്ഞൂടാ. വലത്തൊക്കെ ഈ വിലങ്ങ് കിടക്കുന്ന കാരണമേ എനിക്ക് നേരെ ചൊവ്വ ആഹാരം പോലും കഴിക്കാൻ പറ്റുന്നില്ല. അതെന്താണ് ഇവിടെ കിടന്ന് ആഹാരം കഴിച്ചാല്? ഞാനൊരു പൊറോട്ട കഴിക്കുവാണെങ്കിൽ ഇങ്ങനെ പൊറോട്ട ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് പൊറോട്ട ഇതിനകത്ത് കയറി കുരുങ്ങും. ഇടിയപ്പം കഴിച്ചാൽ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇടിയപ്പം ഇതിനകത്ത് കയറി കുരുങ്ങും. ഞാനൊരു തലമുടി പോകാതെ എന്റെ തലമുടിയല്ല ഇതിനകത്ത് കയറി കുരുങ്ങും മാമ. ഈ വലത്തെ കയ്യിൽ എന്ത് സാധനം ഈ കിടക്കുന്നത് കൊണ്ട് എന്തും കയറി കുരുങ്ങുമോ മാമ. എടാ, ഇത് വലത്തെ കയ്യിലായത് ഭാഗ്യം, ഇടത്തെ കയ്യിലെങ്ങാണോ. ഈ പോലീസുകാരെ കാരണം കലാകാരന്മാർക്ക് ഇത് ജീവിക്കാൻ പറ്റുന്നില്ല മാമ. സോറി, അറിഞ്ഞില്ല മാമ. എടാ മോനെ, നീ പിന്നെ നാടകമോ ഗാനമേളയോ അത് എന്തുവാടാ? മോഷണം ഒരു കലയല്ലേ മാമ? പലഹാരോ ഓടി വരണ്ടേ മാമ? വിളിക്കല്ലേ മാമ, ഓടി വരണ്ടേ? ആട്ടാരെ വിളിക്കല്ലേ? 1000 രൂപ മാമന് തരും. ഓടി വായോ. 2000 തരും. ഓടി വായോ. 3000 തരും. എടാ വാടാ. സ്വർണ്ണമാല തരും.
സോപ്പ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. സന്തോഷായില്ലേ? തീർച്ചയായിട്ടും ഈ അവസരത്തിൽ എന്നാ പറയാനുള്ളേ? എന്താ പറയാനാ, ഇതിന്റെ കൂടെ ചേർന്ന് നാട്ടുകാർ വീട്ടിൽ കയറി നിൽക്കും. കിരീടം കിട്ടിയതില്ലേ ബാക്കി ഞാൻ വന്നിട്ട് പോകാൻ. നാട്ടുകാർ വിളിക്കുമ്പോഴേ അള്ള പൂച്ചയുടെ ശബ്ദത്തിൽ സംസാരിച്ചാൽ മതി, അല്ലാതെ സംസാരിക്കണ്ട. അവര് കഴുത്തെ പിടിക്കാൻ സൗണ്ട് വന്നു. ഓൾറൈറ്റ്, അങ്ങനെ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ നമ്മൾ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. വിത്ത് ദിസ് നമുക്ക് നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. പക്ഷേ ഡാൻസും പാട്ടും എക്സസൈസ് ഒക്കെ ആയിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും ഇല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം കാണാം. അതിലേക്ക് ബൈ ഫ്രം കോമഡി മാസ്റ്റർ.